പ്രതിപക്ഷ നേതാവിനെ CPIM കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കും. ഇന്ന് തുടങ്ങിയ CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ ചർച്ചകൾ വിലയിരുത്തിയ ശേഷമാകും നേതാവിനെ നിർദ്ദേശിക്കുക. സംസ്ഥാന കമ്മിറ്റിയുടെ അജണ്ടയിൽ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കൽ ഇല്ല. പ്രതിപക്ഷ നേതാവ് ആരാവണമെന്ന് കേരളത്തിൽ നിശ്ചയിച്ചാൽ മതിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ചേർന്ന CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിലെ തീരുമാനം. UDFന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് വ്യക്തമായ ശേഷം പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്നതിൽ കടന്നാൽ മതിയെന്നാണ് നേതൃതലത്തിലെ ധാരണ. അതുകൊണ്ടാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം പരിഗണിക്കാതിരുന്നത്. ഇന്ന് ആരംഭിച്ച സംസ്ഥാന സമിതിയുടെ അജണ്ടയിലും വിഷയം ഉൾപ്പെടുത്താത്തതിന്റെ കാരണം അതുതന്നെ. സംസ്ഥാന സമിതിയിൽ നടക്കുന്ന ചർച്ചകൾ വിലയിരുത്തിയ ശേഷം കേരളത്തിൽ നിന്നുള്ള PB അംഗങ്ങൾ കൂടിയാലോചിച്ച് നേതാവിനെ നിർദ്ദേശിക്കാനാണ് സാധ്യത. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായവും തേടും. കേരളത്തിന് പുറത്തെ PB അംഗങ്ങളുമായി ജനറൽ സെക്രട്ടറി MA ബേബി ഇതിനകം തന്നെ ആലോചന നടത്തിയിട്ടുണ്ട്. സംസ്ഥാന സമിതിക്കിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നാൽ PB അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രതിപക്ഷ നേതാവിനെ നിർദ്ദേശിക്കും. തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ നയിച്ച പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകാനാണ് സാധ്യത. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.